ലെയർ പാലറ്റ് അടക്കുന്നതിനും തുറക്കുന്നതിനും കീബോർഡിൽ F7 എന്ന കീ ഉപയോഗപ്പെടുത്താം. ഇവിടെ നമ്മൾ കാണുന്ന ചിത്രത്തിൽ ഒരു പൂവില് പൂമ്പാറ്റ വന്നിരിക്കുന്നത് പോലെ ഉള്ള ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പൂമ്പാറ്റ ഇരിക്കുന്ന ലെയർ ഒരു ഗ്ലാസ് പീസിൽ പൂമ്പാറ്റയെ കൊണ്ടുവന്ന് വെച്ചു. ചിത്രം ബാക്ക്ഗ്രൗണ്ട് ചിത്രമായിട്ട് എന്താ പറയാ ചിത്രം പൂവിന്റെ ചിത്രവും വെച്ചു. ഇത് ബാക്ക്ഗ്രൗണ്ട് ലെയർ ആണെങ്കിൽ കൂടി ഇതില് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ലെയർ ആക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ 0 ലെയർ എന്ന അല്ലെങ്കിൽ ലെയർ 0 എന്ന പേരിലേക്ക് മാറ്റി വീണ്ടും നമുക്ക് ആവശ്യമാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആക്കാവുന്നതാണ്. ഇപ്പോ ഇതിനെ നമുക്ക് ഈ ലെയറിനെയും ആവശ്യാനുസരണം മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് ഇല്ലിരിക്കുന്ന അവസരത്തിൽ ബാക്ക്ഗ്രൗണ്ട് ലെയർ ആക്റ്റീവ് ആയിരിക്കുന്ന അവസരത്തിൽ മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിനെ നമ്മൾ നീക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ലഭിക്കുന്നതാണ്. കുഡ് നോട്ട് കംപ്ലീറ്റ് യുവർ റിക്വസ്റ്റ് ബിക്കോസ് ലെയർ ഈസ് ലോക്ക്ഡ്. നിങ്ങൾ ചെയ്യുന്നത് ചെയ്യാനാവുന്നില്ല കാരണം ലെയർ ലോക്ക് ചെയ്തിരിക്കുന്നതാണ് ഈ മെസ്സേജ്. ഓക്കെ കൊടുക്കുക. എന്നാൽ ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിലെ കണ്ടന്റും നമുക്ക് ആവശ്യാനുസരണം നീക്കണം. അതിനാണ് ഒരു ലോക്ക് അഴിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ കാണുന്ന ഒരു ലോക്കാണ് ഈ കാണുന്നത്. ഈ ലോക്ക് അഴിക്കുന്നതിന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ആവശ്യാനുസരണം പേര് കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഇപ്പൊ ലെയർ 0 എന്നാണ് ബൈ ഡിഫോൾട്ട് ആയിട്ട് അവിടെ വരിക. ഇനി ഈ അവസരത്തില് ഈ ലെയറിനെ നമുക്ക് ആവശ്യാനുസരണം റീലൊക്കേറ്റ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ആ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിത്രം നീക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നീക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ നീക്കുമ്പോൾ ആ ലെയറിന്റെ ബാക്ക്ഗ്രൗണ്ട് സൈഡ് ചെക്കേഡ് ആയിട്ട് കാണുന്നത് തീർച്ചയായിട്ടും അത് ഗ്ലാസ് പീസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. മാത്രമല്ല ഇങ്ങനെ അൺലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ലെയറിനെ ആവശ്യാനുസരണം റീലൊക്കേറ്റ് ചെയ്യാവുന്നതാണ്. ആ സ്റ്റാക്കില് അതിന്റെ അടുക്കില് റിലൊക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കിയാൽ കണ്ടോ, ഇപ്പൊ പൂമ്പാറ്റയ്ക്ക് മുകളിലായിരിക്കുമ്പോൾ പൂമ്പാറ്റ ഇവിടെ കാണുന്നില്ല. കാരണം ഈ ചിത്രത്തിന്റെ ബാക്കിലാണ് പൂമ്പാറ്റ ഇരിക്കുന്നത്. അതുകൊണ്ട് പൂമ്പാറ്റയെ കാണുന്നില്ല. ഈ പൂമ്പാറ്റ അതിനെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പൂമ്പാറ്റ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. അതായത് ഈ സ്റ്റാക്കിൽ മുകൾ ഭാഗത്ത് കാണുന്നത് എന്താ പറയാ ഇവിടെ താഴ്ഭാഗത്തായിട്ട് ഐ മീൻ ഫ്രണ്ട് ഭാഗത്തായിട്ട് ചിത്രത്തില് ഫ്രണ്ട് ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അതിനെ നമുക്ക് സാധിച്ചതിന് ശേഷം ആവശ്യാനുസരണം ലൊക്കേറ്റ് ചെയ്യുക. അതിനുശേഷം ലെയർ മെനുവിൽ നിന്നും ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഫ്രം ലെയർ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കതിനെ ബാക്ക്ഗ്രൗണ്ട് ലെയർ ആയിട്ട് വീണ്ടും കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ അവസരത്തിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണോ ഇവിടെ ഉള്ളത് ആ കളർ ബാക്കി ഭാഗത്ത് ഫില്ല് ചെയ്ത് വന്നിരിക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണ് ഫില്ലിങ് വരുന്നത്. ഇനി ഇത് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കണ്ടോ, ഇവിടെ മൂവ് ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കില്ല. അതുപോലെ തന്നെ ഇവിടെ സ്റ്റാക്ക് ഓർഡറിലും മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് തന്നെ ഏറ്റവും താഴെ അല്ലെങ്കിൽ ഏറ്റവും ബാക്കിലായിട്ടാണ് അതിന്റെ പൊസിഷൻ. മറ്റൊരു സംഗതി നോക്കാനുള്ളത് ആവശ്യമില്ലാത്ത ലെയറുകളെ നമുക്ക് ഒഴിവാക്കാം. ആവശ്യമുള്ള ലെയറുകൾ ഒഴിവാക്കാറില്ല, ആവശ്യമില്ലാത്ത ലെയറുകൾ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഈ ലെയറിൽ അല്ലെങ്കിൽ ഈ ലെയർ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പൊ ഇത് ഇങ്ങനെ ഷോ ആൻഡ് ഹൈഡ് ചെയ്യാന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യാനായിട്ട് അത് സെലക്ട് ചെയ്തതിനു ശേഷം കീബോർഡിൽ ഡിലീറ്റ് കീ അമർത്തുക. അതല്ലെങ്കിൽ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഈ കാണുന്ന എന്താ പറയാ ലെയർ പാലറ്റില് താഴെ ഈ മൂലയിൽ കാണുന്ന ഡിലീറ്റ് ലെയർ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ലെയറിനെ ക്ലോസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു മെസ്സേജ് വരുന്നതാണ്. ഇത് ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടാണ് യെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇൻസർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ലെയർ മെനുവിൽ പോയിക്കൊണ്ട് ഡിലീറ്റ് കമാൻഡ് കൊടുക്കാം. നമുക്കിവിടെ ഡിലീറ്റ് കമാൻഡ് ലെയർ ഡിലീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാലും ആ ലെയർ ഡിലീറ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടും ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കേണ്ടത്.